ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മികച്ച മത്സ്യ കർഷകനുള്ള ഫിഷറീസ് വകുപ്പിന്റെ അവാർഡ് വാങ്ങിച്ച അസീസ് ഇക്കയുടെ അസീസ് അക്വേറിയം ഫിഷ് ഫാമിലാണ്. ഏകദേശം 7 വർഷത്തോളമായി അലങ്കാര മത്സ്യങ്ങളുടെ കൃഷിയാണ് അസീസ് ഇക്കയുടെ ഉപജീവന മാർഗം. എത്രത്തോളം വെറൈറ്റികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്? 100ഓളം വെറൈറ്റികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഗപ്പീസിന് 50ന്റെ മേലെയുണ്ട്. മറ്റുള്ള പിന്നെ ഓർണമെന്റിലാണ് എനിക്ക് കൂടുതലുള്ളത്. പിന്നെ എടികളും കുറഞ്ഞ ഇതുണ്ട്, ചെമ്പല്ലി, കറ്റില, റോഗ, ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. എത്രത്തോളമാണ് ഇതിന്റെ വിപണി സാധ്യതകൾ? വിപണി സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങിക്കുകയാണ്. ഓൺലൈനിൽ എനിക്ക് പിന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഓൺലൈനിലായിട്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ വയനാട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീനെ വാങ്ങിച്ചുകൊണ്ട് പോകാനാണ്. ചെയ്യുന്ന സാധനങ്ങൾ ഉള്ളത് ഗപ്പീസ്, പ്ലാറ്റി, മോളി, ഷോർട്ടൈൽ, പിന്നെ ഷ്രിമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ പോളാർ ബ്ലൂ, അങ്ങനെയുള്ള പല സാധനങ്ങളും ഇപ്പം ചെയ്തു വരുന്നുണ്ട്. പിന്നെ പോരാതെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ഹോൾസെയിലായിട്ട് എടുക്കുകയാണ്. കോയിക്കാർപ്പ്, ഗോൾഡ് ഫിഷ്, ഏഞ്ചൽ, ഷോർട്ടൈൽ, അരികറ്റുകാർ, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ പുറത്തുനിന്ന് എടുക്കുകയാണ് ഹോൾസെയിലായിട്ട്. ബ്രീഡിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ വയനാടൻ കാലാവസ്ഥയിൽ എത്രത്തോളം പിന്നെ സാധ്യമാണ്? അതിന് നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ഗപ്പികൾ ബ്രീഡ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല. അതേസമയത്ത് ഏഞ്ചൽ പോലുള്ള സാധനങ്ങൾ ഇവിടെ ബ്രീഡ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം വെച്ചാൽ ഞാനത് ചെയ്ത് നോക്കിയിട്ട് വലിയ സക്സസ് ആവുന്നില്ല. ഇവിടെ തണുപ്പിന്റെ വിഷയം തോന്നുന്നുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പം നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോൾ ഈ പറഞ്ഞ അക്വേറിയത്തിൽ സാധാരണ വീടുകളിലൊക്കെ അലങ്കാര മത്സ്യങ്ങളെ വെച്ചിരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നും. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട് എന്ന് പറയുന്നത് എനിക്ക് നല്ലോണം അറിയാലോ. അപ്പോൾ പുതുതായിട്ട് വരുന്ന കർഷകർ, ഇത് ചെയ്യാൻ താല്പര്യമുള്ള കർഷകർ, ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന കർഷകർക്കുള്ള ഒരു ഉപദേശം എന്താണ്? എന്തൊക്കെ പിന്നെ റിസ്കുകളാണ് അവർക്ക് വരാൻ സാധ്യത ഉണ്ടാവുക? എന്തൊക്കെ അസുഖങ്ങളായിരിക്കും ഇതിന് വരാൻ സാധ്യത ഉണ്ടാവുക? വിപണിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊരു ചെറിയ കാര്യങ്ങൾ പറയാമോ? അമോണിയ കൂടാം, ചിലപ്പം pH മാറ്റങ്ങൾ വരാം, ചിലപ്പം പിന്നെ 8ൽ താഴെ ആവാം. 8ൽ താഴെ ആയിക്കഴിഞ്ഞാൽ pH തീരെ കുറഞ്ഞാൽ തീരെ പിന്നെ അതിന് അസുഖങ്ങൾ വരും, ഉറപ്പാണ്. അതുപോലെ പിന്നെ pH കൂടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടതുണ്ട്, കുറഞ്ഞു കഴിഞ്ഞാലും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. pH കൂടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളിയുള്ള സാധനങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക. pH കുറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് നമ്മൾ കുമ്മായം, കക്ക കിഴികെട്ടി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലായി വരാറുണ്ട്. അങ്ങനെ ചെയ്താൽ തന്നെ പരിധി വരെയുള്ള അസുഖങ്ങൾക്ക് പരിഹാരമുണ്ട്. പക്ഷെ ഈ തണുപ്പുള്ള സമയത്ത് അതിന്റെ അസുഖങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഫംഗസ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ UV ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ UV ലൈറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ കഴിവിൻ്റെ പരമാവധി അതിനെ കെയർ ചെയ്തെടുക്കുക, എന്നാലേ അതിനെ രക്ഷിച്ചെടുക്കാനാവുള്ളൂ. പിന്നെ പോരാതെ വെച്ചാൽ ഞാനിപ്പം മിക്കവാറും ഗപ്പി ഫാമിലേക്ക് ഞാൻ ഗപ്പിന്റെ ഇതിലേക്ക് ഇടുന്നത് നന്നായി ഉണങ്ങിയ തേക്കിന്റെ ഇലയാണ്. അപ്പൊ എനിക്ക് നോക്കുമ്പം മറ്റേ അൽമൺ ലീഫിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതുവരെ ആ മുമ്പ് ഉണ്ടായിരുന്ന അത്രയും എനിക്ക് പിന്നെ ഗപ്പികൾക്ക് ഇപ്പം അസുഖങ്ങൾ കുറവാണ്. ഉണങ്ങിയ തേക്കിന്റെ ഇല ഞാൻ അതിൻ്റെ അകത്തേക്ക് 1-2 ഇലകൾ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇടും. ഹോൾസെയിലും റീറ്റെയിലും ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ, ഗപ്പീസും മറ്റുള്ള മീനുകളൊക്കെ.